ചിരിക്കണ്ട, നീയും ചിരിക്കണ്ട, ചിരിക്കണ്ട. കല്ലൂസ് ഇങ്ങോട്ട് മാറുന്നേ, ഇങ്ങനെ 6 ദിവസം ഇങ്ങോട്ട് മാറില്ല. ഇങ്ങനെ നിൽക്കാൻ. ഇങ്ങോട്ടേക്ക്. കല്ലൂസേ, ആരോട് ചോദിച്ചിട്ടാ വീടിന് പുറത്തേക്ക് ഇറങ്ങിയേ? പാറൂസേ, ആരോട് ചോദിച്ചിട്ടാ വീടിന്റെ പുറത്തിറങ്ങി? ഞങ്ങള് പൂച്ചയെ കാണാൻ പോയതാ. ആ, ഒരു കറുത്ത പൂച്ച. കല്ലൂസേ, നിന്റെ അടുത്ത് നിന്റെ അമ്മ പറഞ്ഞിട്ടില്ലേ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന്? പാറൂസേ, നിന്റെ അടുത്ത് എന്നെ ചേച്ചി പറഞ്ഞിട്ടില്ലേ വീടിന്റെ പുറത്തിറങ്ങല്ലെന്ന്? മക്കളെടാ, വീടിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മക്കളെടാ, വീടിന് പുറത്തോട്ടൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എടാ, ഏതെങ്കിലും പിച്ചക്കാരനൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ലല്ലോടാ. എടാ, ഏതെങ്കിലുമൊക്കെ പിച്ചക്കാരനൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ലല്ലോടാ. എടാ കിഴങ്ങ, നിനക്ക് എന്താണ് പ്രശ്നം? എടാ, എന്താണ് അതിന്റെ പ്രശ്നം? ഞാൻ ഈ സ്റ്റഡി ക്ലാസ് നടത്തും. കുറെ നേരമായി കേട്ടോ നീ. ഞാൻ പറയുന്നത് എന്തിനു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്? സ്റ്റഡി ക്ലാസ്. സ്റ്റഡി ക്ലാസ്? എന്തോന്ന് സ്റ്റഡി ക്ലാസ്? ഇതാണ് സ്റ്റഡി ക്ലാസ്. എടാ, എന്താണ് അതിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? അളയെന്ത് പ്രശ്നം? അളയ എന്താ പറ? നീ ഇതാ സ്പൈ വർക്ക് വല്ലതും ചെയ്യുവാ? സ്പൈ വർക്കാ? ഞാൻ ഇത്ര സ്പൈ വർക്ക് ആർക്കൊണ്ട് ചെയ്യേ? നീ സത്യം പറ. ഇല്ലടേ, ചുമ്മാ കുറെ നേരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആളെ കളിയാക്കോ നീ? ആ, കളികളായിട്ട് തോന്നണ്ട. പക്ഷെ കളികളല്ല. എന്താണ് ഇവിടെ? എന്താടാ? എന്താ സിദ്ധു? അളിയനെ ശല്യം ചെയ്തു. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഏതളിയനെ ശല്യം ചെയ്യുന്നു? ഈ അളിയനെ ശല്യം ചെയ്തു. എന്റെ പൊന്നമ്മൂമ്മ ലജൂസേ, ഇവൻ രാവിലെ മുതൽ തുടങ്ങിയതാ. എണീറ്റപ്പോ അവിടെ, പല്ല് തേക്കാൻ പോയപ്പോ അവിടെ, കഴിക്കാൻ വന്നപ്പോ അവിടെ, എന്ത് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും എന്റെ കൂടെ തന്നെ. അതുപോലെ ഞാൻ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുമാതിരി ആളെ കളിയാക്കുന്ന പോലെ. എന്താ എന്റെ കുഴപ്പം? എന്താണ് നിന്റെ പ്രശ്നം? സ്റ്റഡി ക്ലാസ്. എന്തോരം സ്റ്റഡി ക്ലാസ്? അളിയന് ദേഷ്യം വരുന്നുണ്ടോ? പിന്നെ ദേഷ്യം വരാതെ ആളെ കളിയാക്കുന്ന പരിപാടി കാണിച്ച ദേഷ്യം വരത്തില്ലേ? കളിയാക്കുന്ന തോന്നുന്നുണ്ടോ? എന്താടാ തേങ്ങ? 2-3 ദിവസമായിട്ട് എവരെന്തോ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്ന അറിയോ? അളിയനെ കണ്ടുപിടിടാ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് അളിയനെ കണ്ടങ്ങ് പഠിച്ചേക്കാന്ന്. അളിയനെ കണ്ടുപിടിക്കാനാ? അത് വേറൊന്നുമല്ല സിദ്ധു. ഈ കഴുതെടുത്ത് എന്ത് പറഞ്ഞാലും കേൾക്കൂലല്ലോ. അപ്പൊ നമ്മളെല്ലാരും കൂടെ കോമൺ ആയിട്ട് അവന്റെ അടുത്ത് പറഞ്ഞ് സിദ്ധു അളിയനെ കണ്ടു പഠിക്കാൻ. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു തവണ പറഞ്ഞാൽ പോരെ? അല്ല, എന്നെ കണ്ടിട്ട് എന്തു പഠിക്കാനാ? അളിയന്റെ സംസാരം, പെരുമാറ്റം, പ്രവൃത്തി, വിനയം, അതെല്ലാം ചുരുക്കം പറഞ്ഞ അളിയനെ ഒപ്പിങ്ങെടുക്കാൻ. അല്ല, ഇതൊക്കെ നിനക്ക് സ്വന്തമായിട്ടില്ലേ? അയ്യോ, ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളൂലെന്ന് ഇവര് പറഞ്ഞല്ലേ? എന്തു അമ്മുമ്മ ഇത്? ലച്ചൂസേ, നിങ്ങളൊക്കെ ഇത് ഏത് കാലഘട്ടത്താ ജീവിക്കണേ? അങ്ങനെ അങ്ങോട്ട് ചോയിരേ. അല്ല, എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ക്യാരക്ടറും ബിഹേവിയറും ഡീസൻസിയും എല്ലാം ഉണ്ട്, വ്യക്തിത്വവും ഉണ്ട്. ഇത് ചുമ്മാ സ്കൂൾ മുതൽ കേൾക്കുന്നതാ. അവനെ കണ്ടുപിടിക്കും, ഇവനെ കണ്ടുപിടിക്കുന്നു. മനുഷ്യൻ മടുത്തു. എന്താണേലും ഇവനോട് പറഞ്ഞത് ഓക്കെ, കൊച്ചുങ്ങളോടെങ്കിലും ഒന്ന് പറയരുതേ പ്ലീസ്, റിക്വസ്റ്റ് ആണ്. അളയാടാ, ഇനി ഇവര് പറയുന്ന വാക്കും കേട്ട് എന്റെ പുറകെ എങ്ങാനും നടന്ന എന്റെ തനി സ്വഭാവം നീ അറിയും കേട്ടാ? പറഞ്ഞിട്ട് പോയത് കേട്ടല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ അളിയനെ പോലെ ആവണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ അളിയൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയതിനകത്തുനിന്ന് നല്ല കാര്യങ്ങൾ എടുത്ത് ഒന്ന് പ്രവർത്തിക്കാൻ പഠിക്കണം. എന്തായാലും നിന്റെ അമ്മയെ പോലെ ആവില്ല എന്റെ പൊന്നു മോളെ.